ഗായ്സ്, അങ്ങനെ ഇന്ന് പെരുന്നാൾ ദിവസമായിട്ട് നമ്മൾ നേരെ നസീൻ്റെ വീട്ടിലോട്ട് ഇടിച്ച് കയറി ചെല്ലാൻ പോവാണ്. അപ്പോഴേക്ക് ഇത് അപ്പുറത്ത് നിത്താത്ത എന്തൊരു സാധനവും പിന്നെ ബിരിയാണിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഞാൻ തന്നിട്ടില്ല, മറ്റേ സാധനം ഞാൻ തന്നിട്ട് നേരെ ഓട്ടോറിക്ഷ പിടിച്ചതിന് ടൗണിൽ പോയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് നസീയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഏട്ടനുണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒന്ന് എന്നെ ടൗണിൽ കൊണ്ടാക്കുന്നു. അപ്പോൾ ഏട്ടൻ എന്നോട് പറയുമെന്ന്, നീ പൈസ എടുത്തിട്ട് ഓട്ടോക്ക് കയറി പോയിക്കോ എന്ന്. അങ്ങനെ എൻ്റെ കയ്യിൽ പൈസ വന്നിട്ട് പറഞ്ഞു നീ പോയിക്കോ. പിന്നെന്താ പറയേണ്ടത്, ഇച്ചുവിൻ്റെ വണ്ടി ഓടിച്ചിട്ട് ആളാടുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കാറും എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ ടൗണിലെത്തി. ടൗണിലാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, പെരുന്നാളായതുകൊണ്ടാന്ന് തോന്നും. ഇച്ചു ടൗണിലെത്തിയപ്പോൾ തന്നെ കോൽമുട്ടായി വേണമെന്നുണ്ട് അതൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ കുറേ സമയം നമ്മൾ സ്നേഹനെ ഇങ്ങനെ കാത്തു നിന്നു കേട്ടോ, കുറച്ചധികം സമയം നമ്മൾ കാത്തു നിന്നു. അപ്പോഴേക്ക് പിന്നെ അവളെ ഹസ്ബൻഡിനെയും കൂട്ടി കാറും എടുത്ത് വന്നു. നമ്മൾ കുറേ സമയം കാത്തു നിന്നല്ലേ, അപ്പോൾ അവളെ ഏട്ടനോട് പറഞ്ഞു ഒന്ന് കൊണ്ടാക്കുന്നു. അങ്ങനെ പിന്നെ നമ്മളെ നേരെ നസീൻ്റെ വീട്ടിലേക്ക് സ്നേഹേൻ്റെ ഏട്ടനും കൂടി കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് രേഷി വിളിച്ചിട്ട് പറയുകയാണ് അവളുടെ ഹസ്ബൻഡ് അവളെ രാവിലെ തന്നെ നസീൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയേണ്ടത്, കാറിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചുതാ നല്ല ഉറക്കമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് നേരെ കാറിൽ ഇതാ നസീനെ ഫോൺ വിളിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം നമുക്ക് വഴി അറിയില്ല. അങ്ങനെ ചോദിച്ചത് അവസാനം നസീൻ്റെ വീട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ വീട്ടിൽ കയറി അവിടുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴേക്ക് അവൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അടിപൊളി എന്തോ ഒരു കസ്റ്റർഡിൻ്റെ വെള്ളമാണ് ഗൈസ്, അടിപൊളി ടേസ്റ്റ് ഉണ്ടായും. അതൊക്കെ കുടിച്ച് പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. പുറത്ത് തന്നെ ഒരു സപ്പോർട്ടർമാരൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കി അവരിങ്ങനെ കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഐസു ആണെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നേരെ റൂമിലേക്ക് വിട്ടു. റൂമിൽ നിന്നും വണ്ടിയൊക്കെ എടുത്ത് പിള്ളേർ കളിക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. അപ്പോഴേക്ക് നസിയുടെ ഐറ്റംസ് കൊണ്ടുവന്നു, ഫുഡ് ഐറ്റംസ്. ബിരിയാണി ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ ഉണ്ട്, കച്ചമ്പറുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി നമ്മൾ പിന്നെ ഭയങ്കര പോളിങ്ങായി. അത് തിന്നലായിരുന്നു. അടിപൊളി ഫുഡാണ്, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില്ലി ചിക്കൻ അടിപൊളിയാണ്, അത് നസി തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അടുത്ത സാധനം കൂടി അവൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഐസ്ക്രീം. അതും കൂടി തിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരാനുള്ള സമയമായി. കാരണം പെരുന്നാളായതുകൊണ്ട് തന്നെ ബസ്സൊക്കെ കുറവാണ്. അപ്പം വേഗം വീട്ടിലെത്തണമല്ലോ വെച്ചിട്ട് നമ്മൾ നേരെ വിട്ടു. പിള്ളേരാണെങ്കിൽ ബലൂണൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. നെസ്സിയാണെങ്കിൽ ഷോർട്ട് കട്ട് പിടിച്ചിട്ട് വേഗം നമ്മളെ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലത്തെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കാണ് നമുക്ക് ബസ്സും കിട്ടിയാവുകൊണ്ട് സമാധാനമായി. ദേശീയമാണെങ്കിൽ ബൈക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ ആടുന്നൊരുമായിട്ട് നോക്കുന്നുണ്ട്, കാണുന്നില്ലേ നിങ്ങൾ. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ബസ് നേരെ ടൗണിലെത്തുമ്പോഴേക്ക് പിന്നെ നേരെ എല്ലാവരും പല വഴിക്കായി, പല ബസ്സിൽ കയറി. അങ്ങനെ ഞാൻ എൻ്റെ ബസ്സും പിടിച്ചു നേരെ നാട്ടിലേക്ക് പോവാണ്. അവിടെ എത്തി വേഗം ഓട്ടോ പിടിച്ചു. ഇനി നേരെ വീട് പിടിക്കുക, ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുക, അതാണ് ഇനി പരിപാടി. അങ്ങനെ വീടെത്തിയപ്പോൾ തന്നെ ഞാൻ വേഗം നോക്കാൻ പോകുന്നത് ഏട്ടനെയാണ്. നന്നാ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി വേഗം വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്ക് ആളിത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ഇച്ചുതേ വേഗം അച്ഛനെ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയിട്ടുണ്ട്. അച്ഛനോട് എന്തൊക്കെയോ വിശേഷമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ സമയമാണ് ഗൈസ്. പിന്നെ രണ്ടാളും കൂടി ബോൾ എടുത്ത് തട്ടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഒന്നും പറയണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ.